Thank you, Sabuatan, for your good words. ബഹുമാനപ്പെട്ട ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടക, ഒരുപക്ഷെ നാളത്തെ മലയാള സിനിമയുടെ പുതിയ താരവിസ്മയം, ചെറിയ പ്രായത്തിൻ്റെ ആർജവം, വൈവിധ്യമാർന്ന അഭിനയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വാഴ ഫിലിം സ്റ്റാർ ശ്രീ ശ്രുതി മണികണ്ഠൻ ഈ വേദിയിലെ ഇപ്പോൾ സ്വാഗതം പറഞ്ഞ ഞങ്ങളുടെ പ്രിയങ്കരനായ സാബുവേട്ടൻ, ഹരീന്ദ്ര ബാബു, അരവിന്ദൻ മാസ്റ്റർ, ബാബുവേട്ടൻ കമ്മുക്കിൽ, ജയദേവൻ, നിഷാദ്, ശബരീഷ്, വിനു, ബിന്ദുഷ്, ഹരീന്ദ്ര ബാബു തുടങ്ങിയ കമ്മിറ്റി പ്രവർത്തകരെ, പ്രിയ നാട്ടുകാരെ, സുഹൃത്തുക്കൾ, ഒരുപാട് സംസാരം ഏതായാലും ഇല്ല. പക്ഷേ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അനിവാര്യമാണ് ഒരു 15 മിനിറ്റ് ഇതുപോലത്തെ പ്രോഗ്രാം. തീർച്ചയായിട്ടും പുല്ലഞ്ചേരി ഒരു റോൾ മോഡലാണ് കേരളത്തിൽ. ജാതി, മത, വർഗ, വർണ്ണഭേദമില്ലാതെ, രാഷ്ട്രീയ കൊടിയടയാളങ്ങളുടെ വ്യത്യാസം നോക്കാതെ, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പരസ്പരം കലഹിക്കുന്ന ആധുനിക തലമുറയ്ക്ക് മുമ്പിൽ സഹവർത്തിത്വത്തിൻ്റെ പുതിയ പാഠങ്ങളാണ് പുല്ലഞ്ചേരിക്ക് എന്നും പറയാനുള്ളത്. ഓണമാവട്ടെ, വിഷു ആവട്ടെ, പെരുന്നാളാവട്ടെ, പരസ്പരം കൊണ്ടും കൊടുത്തും കഴിയുന്ന ഒരു ജനത. ഇവിടെ ആഘോഷങ്ങൾ ജനങ്ങൾക്ക് ലഹരിയാണ്. സത്യത്തിൽ ആഘോഷമാണ് ലഹരിയാവേണ്ടത്, ജീവിതമാണ് ലഹരിയായി മാറേണ്ടത്, കളിയും പാട്ടും ക്രിക്കറ്റും ഫുട്ബോളുമാണ് ലഹരിയായി മാറേണ്ടത്, പഠനമാണ്, സംഗീതമാണ്, ആസ്വാദനമാണ് ലഹരിയായി മാറേണ്ടത്. ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറഞ്ഞാൽ അതും ലഹരി തന്നെയാണ്. പക്ഷേ പുതിയ ഒരുപാട് രാസലഹരിക്ക് പിറകിൽ യുവതലമുറ സ്വയം അഭിരമിക്കുമ്പോൾ, ലക്ഷ്യം മറന്ന് വെറുതെ സമയം മൊബൈലിന് മുമ്പിൽ മാത്രം ചടഞ്ഞുകൂടിയിരിക്കുമ്പോൾ, ഒരു നാടിൻ്റെ സകല ആളുകളെയും, അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, മറ്റു ഭിന്ന വിഭാഗങ്ങളൊന്നുമില്ല, എല്ലാവരെയും ചേർത്ത് പിടിച്ച് ദാ പുല്ലഞ്ചേരിക്കാർ ഒന്നാണ് എന്ന സന്ദേശം പകർന്നുകൊണ്ട് കഴിഞ്ഞ 3 വർഷമായി ഇതേ സ്ഥലത്ത് ഞങ്ങളുടെ പ്രിയങ്കരനായ പാർത്ഥേട്ടൻ്റെ ഈ മനോഹരമായ പാടത്ത് ഒരുപാട് ആളുകളെ സാക്ഷിയാക്കി ഇവിടെ ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഈ ഫെസ്റ്റിന് വേറെ ഒരു താല്പര്യവുമില്ല, ഒറ്റ താല്പര്യമേ ഉള്ളൂ: പുല്ലഞ്ചേരി ജനകീയ മാതൃകയാവണം. പുല്ലഞ്ചേരിയിൽ ഒരിക്കലും ഭിന്നിപ്പിന്റെ സ്വരം ഉണ്ടാവരുത്. ആ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ വർഷവും ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. മനസ്സിലാക്കേണ്ടത്, വണ്ടേ നീയും തുലയുന്നു, വിളക്കും കെടുത്തുന്നു. പലരും കേട്ടതാവും. വണ്ടേ നീയും തുലയുന്നു, വിളക്കും കെടുത്തുന്നു. വിളക്കിന്റെ ഭംഗിയിൽ ആസക്തി മൂത്ത് പാഞ്ഞടുത്ത് സ്വന്തം ജീവിതം ഹോമിക്കുന്ന ഒരു വണ്ടിനും അറിയില്ല താൻ എരിഞ്ഞടങ്ങാൻ പോവുകയാണ് എന്ന സത്യം. അതുപോലെ തന്നെയാണ് ലഹരി. ആരോ പ്രേരിപ്പിച്ച് കമ്പനി സേക്കിനു വേണ്ടി മാത്രം, കൂട്ടുകാർക്ക് മുമ്പിൽ ആളാവാൻ വേണ്ടി മാത്രം ഒറ്റ തവണ മാത്രമേ ഉപയോഗിക്കൂ എന്നുള്ള ആ ഒരു വ്യവസ്ഥ ഒക്കെ പാലിച്ച്, പ്രത്യേകിച്ചും കേരളത്തിന് പുറത്തു പോകുന്ന ക്യാമ്പസുകളിൽ പിതാവിൻ്റെ, ഉമ്മയുടെ, ബാപ്പയുടെ, അമ്മയുടെ പ്രതീക്ഷയായ മകൻ 10ാം ക്ലാസ് വരെ, +2 വരെ ഒരുപാട് നിയന്ത്രണങ്ങൾ മാത്രം ശീലിച്ച് പഠിച്ച് വളർന്ന് പിന്നീട് അങ്ങോട്ട് സ്വാതന്ത്ര്യം വിശാലമായി ലഭിക്കുമ്പോൾ, തൊട്ടതിനും പിടിച്ചതിനും കാശിഷ്ടം പോലെ കിട്ടുമ്പോൾ, ബാക്കിയുള്ള സോഴ്സുകളിൽ നിന്ന് പണം കിട്ടുമെന്ന് ബോധ്യമാകുമ്പോൾ
സ്വയം നഷ്ടപ്പെടുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിൽ നിരവധി കാണാറുണ്ട്. ഒരു പരിധിവരെയെങ്കിലും പഴയ കാലങ്ങളിലെ ക്ലബ്ബുകൾ, കൂട്ടായ്മകൾ, വായനശാലകൾ, പരസ്പരം ചർച്ചയുടെയും ഇപ്പൊ അരവിന്ദൻ മാഷ് ഇവിടെയുണ്ട്. മാഷക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. ഈ ഒരു ചേർത്തുപിടിക്കലിന്റെ, കുഴിമണ്ണ പഞ്ചായത്തിൽ നടത്തിയ വിവിധ പരിപാടികളുടെ, സത്യത്തിൽ ഇതുപോലത്തെ സംഘങ്ങളാണ്, ഇതുപോലത്തെ കൂട്ടായ്മകളാണ്, നിസ്വാർത്ഥ പ്രവർത്തനങ്ങളാണ് നാടിന്റെ മുഖച്ഛായ മാറ്റുന്നത്. ഇത്തരം ആളുകൾ അനാവശ്യമായ ലഹരിയിലേക്ക് പോകൂല. അവർക്ക് ലഹരി ആഘോഷമാകും, അവർക്ക് ലഹരി കൂട്ടുകെട്ടുകളാണ്, അവർക്ക് ലഹരി ഇതുപോലത്തെ നന്മയുള്ള പ്രവർത്തനങ്ങളാണ്. ഞങ്ങൾ ആദ്യ കൊല്ലം കാര്യപ്പെട്ട് കാരുണ്യം ഒരുപാട് ചെയ്തു, കാരുണ്യ പ്രവർത്തനം. പിന്നെ ഈ ഒരു പരിപാടിക്ക് കണ്ടമാനം കാശ് വേണ്ടതുകൊണ്ടാണ് ഇതിൽ മിച്ചം വന്നാൽ പിന്നീട് ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഒരുപാട് സംസാരിക്കുന്നില്ല. ഒറ്റ റിക്വസ്റ്റ് മാത്രം ഇവിടെയുള്ള മുഴുവൻ ആളുകളോട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, പ്രത്യേകിച്ചും ചെറുപ്പക്കാരാ നിന്നോട്, ആദ്യത്തെ സിപ്പ് കിട്ടുമ്പോൾ, ആദ്യത്തെ വലിക്ക് അവസരം കിട്ടുമ്പോൾ, ആദ്യമായി സുഹൃത്ത് വെച്ച് നീട്ടുമ്പോൾ നോ പറയാൻ പഠിക്കുക. നോ പറയാൻ പഠിക്കുക. ആണായാലും പെണ്ണായാലും ആവശ്യത്തിന് നോ പറയാൻ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ ജീവിത പാഠം, ജീവിത വിജയമുണ്ടാവുക. ഒരിക്കലും നിങ്ങൾ കുടിക്കരുത്, വലിക്കരുത്, നശിക്കരുത്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ. ഓൾ സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. ജസ്റ്റ് ഒരു പ്ലെഡ്ജ് ഒന്ന് എടുക്കാൻ പോവാണ്. ഓൾ സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. ഓൾ സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. ഒരു ദിവസം കൊണ്ട് കേരളത്തിൽ ലഹരി മാറ്റാൻ സാധ്യമല്ല. ആദ്യം മനസ്സൊന്ന് മാറണം. ഓരോ വ്യക്തിയും സ്വയം മാറാൻ തയ്യാറാവണം. അല്ലാത്തിടത്തോളം കാലം ഒരു ഭീഷണിക്കും ഒരു ഉപദേശത്തിനും ലഹരിയെ നശിപ്പിക്കാൻ സാധ്യമല്ല. ഈ കൂട്ടത്തിൽ വന്ന, ഈ മീറ്റിങ്ങിന് വന്ന പുല്ലഞ്ചേരി ഫെസ്റ്റിന്റെ ഭാഗമായ എല്ലാവരും ഉള്ളറിഞ്ഞ് ഒരു ഒറ്റ മിനിറ്റ് വേണ്ട, ഒരു അരമിനിറ്റ് ഞാൻ പറയുന്നതൊന്ന് ഏറ്റു പറയൂ. ആ കൈയൊന്ന് നീട്ടിപ്പിടിക്കൂ പ്ലീസ്. ഓൾ സ്ട്രെച്ച് യുവർ ഹാൻഡ്സ് പ്ലീസ്. ഈ പ്രാർത്ഥന ഉള്ളുന്ന് വരട്ടെ. ഞാൻ ഒരിക്കലും കുടിക്കില്ല. ഉറക്കെ പറയൂ. ഞാൻ ഒരിക്കലും കുടിക്കില്ല. ഞാൻ ഒരിക്കലും വലിക്കില്ല. എന്റെ സുഹൃത്തുക്കൾ എന്നെ പ്രേരിപ്പിച്ചാൽ ഞാൻ ശക്തമായ നോ പറഞ്ഞിരിക്കും. എനിക്ക് ജീവിതമാകും ലഹരി. എനിക്ക് എൻ്റെ കുടുംബമാകും ലഹരി. ഇത് സത്യം. താങ്ക് യു ഓൾ. അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നു പുല്ലഞ്ചേരിയുടെ അഭിമാനം, മലയാള സിനിമയുടെ പുതിയ താരോദയം ശ്രീ ശ്രുതി മണികണ്ഠനെ അഭിമാനപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. To inaugurate this prestigious program. Madam, please.